ഹലോ, ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെയാണ് ഒരു ഫ്രെയിമിന് അല്ലെങ്കിൽ ഒരു ഫ്രെയിം സെറ്റാക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഇതിലൂടെ ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ഡിസൈൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ചൂസ് ചെയ്ത് അതിൻ്റെ അത് വരുമ്പം ഇതേപോലെ കിട്ടും. ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാലറിയിലേക്ക് പോകണം. ഗ്യാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് നമുക്കിതേപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ടു പേജ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോസൊക്കെ മുന്നിലിങ്ങനെ വരും. അത് നമുക്ക് ഓരോന്നിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഓരോ ഫോട്ടോസും ജസ്റ്റ് എങ്ങനെയാണ് കൃത്യമാണോ ഓരോരോ ഫോട്ടോസ് പല പല സ്ഥലത്തായിട്ട് നമുക്ക് ക്ലിയറായി നല്ലതായിട്ട് കിട്ടും. അപ്പം അതേപോലെയുള്ള ഫോട്ടോസൊക്കെ ഫസ്റ്റ് നോക്കുക, ഇത് ഇതിലാണ് വെക്കുക, അത് ഇതിലാണ് വെക്കുക, അങ്ങനെയൊക്കെ ഫസ്റ്റ് നോക്കുക നിങ്ങൾ. അതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പം ഇതിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ചേരില്ലാത്ത ഫോട്ടോസ് ഇതിൽ വെക്കാനായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ലാത്ത ഫോട്ടോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്കങ്ങനെ ഇഷ്ടമുള്ള ഒരു രീതിക്ക് ബ്ലാങ്ക് ഔട്ട് ഇട്ട് കളയാം. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് ഫ്രെയിമൊക്കെ അടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ക്യാൻവ ആപ്പ്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ അതൊക്കെ കയറുന്ന സ്ഥലത്തൊക്കെ കയറ്റി വെച്ച ശേഷം നമ്മൾ ആ ഒരു അവിടെ നമ്മൾ ബ്ലാങ്കായിട്ട് കിടക്കാനായിട്ടാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരുടെ ഫോട്ടോ ഒക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ ഇങ്ങനെ 2 പ്രാവശ്യം നിൽക്കിയാൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരും. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ അത് വരും. നമുക്കതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ അതിൻ്റെ അകത്തുള്ള ഫോട്ടോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള ഫോട്ടോയിൽ നിന്ന് കണ്ടില്ല, ഇതുപോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അതേപോലെ എല്ലാ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ വെക്കുക എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിനി നിങ്ങൾ പ്രിൻ്റ് എടുക്കാനായിട്ട് ആലോചിക്കുന്ന സ്ഥലത്ത് PDF ആയിട്ട് അയച്ചു കൊടുത്താൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ അടിക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ പുതിയ ചാനൽ ആണ്. ഓൾറെഡി നമ്മുടെ ചാനൽ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.